വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ 2 പൈലാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ റെസണേറ്റ് ആവുക നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്നവർക്കായിരിക്കും. അവർക്കാണുള്ള ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഇതുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതിലൂടെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇത് എത്രയും വേഗം സോൾവ് ആകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് 8 ആണ്. 8 വൈബ്രേഷൻ, സാറ്റർൺ വൈബ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ശനിദേവന് ഇപ്പൊ നിങ്ങളിത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഓരോരുത്തരുടെ വിശ്വാസം, ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഇത് ശനിയുടെ പീരീഡ് ആണെന്നാണ് ന്യൂമറോളജിക്കലി പറയുന്നത്. സോ ശനിക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾ റിച്വൽസ് ചെയ്യുകയാണ്. ശനിദേവനെ ആരാധിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ഡെസ്റ്റിനി നമ്പർ 8 ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂ സഫയർ സ്റ്റോൺ ധരിക്കാം. അത് ശനിദേവന്റെ സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും. നിങ്ങളുടെ ചാർട്ട് അനുസരിച്ച് നോക്കിയിട്ടാണ് ഇടേണ്ടത്. നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഇത് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അതുപോലെ നമുക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെ കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ക്ലെൻസ്ഡ്, എനർജൈസ്ഡ്, ചാർജ്ഡ് ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള വൈബ്രേഷനിൽ വരുന്ന ക്രിസ്റ്റൽസും അവൈലബിൾ ആണ്. അതിന് നമുക്ക് ക്രിസ്റ്റൽ സെഷൻ എന്ന പ്രത്യേക സ്ലോട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഞാനിവിടെ 2 പൈല് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈല് ക്യൂൻ ഓഫ് കപ്സ് ആണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈല് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ നെയിം 3 തവണ മനസ്സിൽ ആലോചിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, അവരെ കുറിച്ച് ആലോചിക്കുക, അവരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പൈല് സെലക്ട് ചെയ്യുക. അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്യൂൻ ഓഫ് കപ്സിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ എന്തൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. അതുപോലെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി കൊണ്ടുവരിക കേട്ടോ, നല്ല രീതിയിൽ കൊണ്ടുവരാം. കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടുന്ന കാർഡ്സ് നോക്കാം. നിങ്ങളുടെ കണക്ഷൻ പകുതി വെച്ച് എൻഡ് ആയതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എൻഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ വളരെ ബ്യൂട്ടിഫുൾ കണക്ഷൻ ആയിരുന്നു, നിങ്ങൾക്ക് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു തമ്മിൽ എന്നാണ് കാണുന്നത്. എന്റെ അഭിപ്രായത്തില് ഒരു പുതിയൊരു റീബർത്തേക്ക് ഒരു കണക്ഷൻ വേണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ റിലേഷൻഷിപ്പും തമ്മിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഒരു സ്റ്റോപ്പ് ഉണ്ടാകും. ആ ഒരു സ്റ്റോപ്പ് ഉണ്ടായതിനു ശേഷം മാത്രമേ തിരിച്ച് വീണ്ടും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കണക്ഷനിൽ ഒരു പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് പൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് കിട്ടും എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു അവസാനമുണ്ട്. ആ ഒരു അവസാനം കഴിഞ്ഞ് കുറച്ച് പെയിൻ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വേദനിക്കേണ്ടി വരും. അത് ഓരോ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എത്ര മാസമാണ്, എത്ര വർഷമാണ്, എത്ര ദിവസമാണ് എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് നിങ്ങൾ മൊത്തത്തിൽ ഇത് മാറ്റിയെടുക്കുകയാണ്. നിങ്ങളുടെ പാർട്ട്ണർ എങ്ങും എവിടെയും പോയിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി നിങ്ങളെ മോൾഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ അവർ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ പല കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ അമിതമായിട്ടുള്ള ദേഷ്യം, അമിതമായിട്ടുള്ള വാശി, അല്ലെങ്കിൽ തള്ളിപ്പറയൽ, അല്ലെങ്കിൽ മേ ബി കുത്തി സംസാരിക്കുക, അങ്ങനത്തെ പല പല കാര്യങ്ങളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി അതൊരിക്കലും ജീവിതത്തിൽ ചെയ്യില്ല, ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ മതി എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ
ഭാഗത്ത് നിന്നോ ഒക്കെ ഇവർക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി മിററിംഗ് ആകാം, നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കണക്ഷൻ ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ ദ എൻഡ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ട്രസ്റ്റ് ഈ കണക്ഷനിൽ ബ്രേക്ക് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പ്ലീസ് ഗൈഡസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരിക്കില്ല, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിറ്റാച്ച്ഡ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനും ഒരു അഭിപ്രായമില്ല, എല്ലാം അങ്ങോട്ട് സ്റ്റക്കാണ്. അതായത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്ന ഒരു സിറ്റുവേഷൻ, ഒരു നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു അതായത് എല്ലാ കാര്യത്തിനും ഒരു മന്ദതയാണ്. ഇറ്റ്സ് എ സ്ലോ എനർജി. വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ എഫേർട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ഇനി എഫേർട്ട് എടുത്തിട്ട് എനിക്ക് പരാജയപ്പെടാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കാം എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു. അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, ഇല്ലെങ്കിൽ സംഹൗ ഇവരുടെ ചുറ്റുമുള്ള എനർജി ഇവരെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ഇവർക്ക് ഫ്രണ്ടിലേക്ക് നീങ്ങാൻ സാധിക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇവർക്ക് വന്നുകൂടെ, ഇവർക്ക് സംസാരിച്ചുകൂടെ എന്ന്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള പല പല എനർജീസും നമുക്ക് നെഗറ്റീവ് എമോഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മളെ തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഓക്കെ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ചിലപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരിക്കും ചെയ്യാൻ, പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി വൈബ്രേഷൻസ് നെഗറ്റീവ് ആകുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ കയറുന്നിട്ട് പറയും, ചെയ്യണ്ട, പണി കിട്ടും, പോകരുത് എന്നൊക്കെ പറയത്തില്ലേ. ആ ഒരു രീതിയിലുള്ള ഇമോഷണൽ നെഗറ്റീവ് സോണിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഈ കണക്ഷൻ, ഈ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളുടെ കണക്ഷനിൽ പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവർക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജീസ് യൂണിവേഴ്സ് റിമൂവ് ചെയ്തു തരണം എന്ന രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സിക്സ് ഓഫ് സോർഡ്സ്. നിങ്ങളില്ലാതെ അവരും അവരില്ലാണ്ട് നിങ്ങളും വളരെയധികം വിഷമത്തിലാണ് ഉള്ളത്. എന്റെ അഭിപ്രായത്തിൽ ബോത്ത് സൈഡിൽ നിന്നും എന്തൊക്കെയോ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെയോ ബ്രേക്ക് ആയിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സൈഡിലാണ് ജസ്റ്റിഫിക്കേഷൻ തേടുന്നത്. അതായത് ഞാൻ ശരിയായിരുന്നു, ഞാൻ ശരിയല്ലേ ചെയ്തത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അവരുടെ ഭാഗത്തു നിന്നും അവർക്കും നിങ്ങളെ പോലെ തന്നെ പെയിൻ ഉണ്ടെങ്കിലും അവർ പറയുന്നത് അവരും ഓൾവേസ് അവരുടെ സൈഡാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്നതല്ലേ ചെയ്തുള്ളൂ, എന്റെ അടുത്തേക്ക് വേണമെങ്കിൽ തിരിച്ചു വന്നൂടെ, അല്ലെങ്കിൽ എന്നെ വേദനിച്ച് വിട്ടിട്ട് ഞാൻ എന്തിനു തിരിച്ചു പോകണം, എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിക്കട്ടെ, എനിക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റട്ടെ, അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള വാശിയിൽ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തോറ്റുപോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാൾ വാശി പിടിക്കുമ്പോൾ ഒരാൾ താഴ്ന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് രക്ഷപ്പെടൂ. മറ്റൊരാൾ വാശി പിടിക്കുമ്പോൾ മറ്റൊരാളും താഴുകയും വേണം. ഈ ഒരു നല്ല രീതിയിലുള്ള ബ്ലെൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ എന്താണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് പരാജയപ്പെടും. ഈവൻ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ പോലും അത് പരാജയപ്പെടും. പല ആൾക്കാരും പറയും ഇത് ട്വിൻ ഫ്ലെയിം അല്ലേ, അപ്പൊ പിന്നെ ഇതെങ്ങനെയാ ഡിറ്റാച്ച് ആയി പോകുകയെന്ന്. നമ്മുടെ കയ്യില് ഇപ്പോ കുറച്ചൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം തന്നിട്ട് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലല്ലേ അത് നമുക്ക് തിരിച്ചു ഫലിക്കുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്, ആ 10 രൂപ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു അതനുസരിച്ചിട്ടല്ലേ ആ 10 രൂപ നിങ്ങൾക്ക് നേട്ടം കൊയ്യുള്ളൂ, അല്ലെ? അല്ലാതെ നിങ്ങൾ അതിന് യാതൊരു ഇതും ഇല്ലാണ്ട് ചുമ്മാ വെച്ചു, അല്ലെങ്കിൽ അതിന് കീറിക്കളഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോ നമ്മുടെ കയ്യിൽ വസ്തുക്കളെ കൊണ്ടുതരിക എന്ന റോള് മാത്രമേ യൂണിവേഴ്സിനുള്ളൂ. അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അതിനെ എങ്ങനെ ലോങ് ടേമിൽ കൊണ്ടുപോകണം എന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നതിനെ നിങ്ങൾ നന്ദി പറയുക. പക്ഷെ ആ പേഴ്സൺ ഡിറ്റാച്ച് ആയി പോയെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഭാഗത്തെ കുറ്റമല്ല, അത് നിങ്ങൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യോ അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതും പോകുന്നതും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ, ഇപ്പൊ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമ്മളൊരു 3 പേര് ചേർന്നൊരു ഫ്രണ്ട്ഷിപ്പാണ്. ഓക്കെ, ഇവൻച്വലി ഒരു വ്യക്തിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ ബാക്കി 2 പേരും തമ്മിൽ നല്ല രീതിയിൽ ജോയിൻ ആയി അവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഈ നിൽക്കുന്ന ഒരു വ്യക്തിയെ പുറത്തു തള്ളപ്പെടും, അല്ലെ? അത് മിക്കവാറും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് കണക്ഷനിൽ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ് ഞാനും. അപ്പോൾ എന്റെ അഭിപ്രായത്തില് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് അങ്ങനെ തള്ളപ്പെടുമ്പോ ആ തള്ളപ്പെട്ടു പോയ ആള് വിചാരിക്കും ഇവർ രണ്ടും കൂടി ഒരുമിച്ച് സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്, എന്നെ അവോയ്ഡ് ചെയ്യുന്നു. അല്ല, തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മൂന്ന് പേർക്കും പരസ്പരം ഒരേ ഇമോഷനാണ് ഉണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവ വ്യത്യാസം അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസം കാരണമാണ് മറ്റു 2 പേരും ഒന്നിക്കാനും അവർ തമ്മിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇമോഷൻസ് ഉണ്ടാവാനും ഈ ഒരു പേഴ്സണെ തള്ളിക്കളയാനും അവർ
മുതിർന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ തന്നെയാണ് പല റിലേഷൻഷിപ്പിലും ഉണ്ടാവുക. തുടക്കത്തിലെല്ലാം മധുരമായിരിക്കും, കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. സോ അവർക്ക് ചിലപ്പോൾ നമ്മളിൽ നിന്ന് പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ തൻ്റെതായിട്ടുള്ള കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കും, അല്ലെങ്കിൽ മേ ബി തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം, തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ ഡിസിപ്ലിൻസിന് വേണ്ടി മാത്രം നോക്കുമ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് ഇവഞ്ച്വലി അത് ഹേർട്ട് ആകുമ്പോഴത്തേക്ക് അയാൾ ഡിറ്റാച്ച് ആവും. അപ്പോൾ ഇങ്ങനെ സെൽഫിഷ്നെസ് കാണിച്ച ആള് പിന്നെയും പോയി അവരുടെ ക്ഷമ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാവുക എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ യൂണിവേഴ്സ് കൊണ്ട് തരത്തേ ഉള്ളൂ. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളാണ് ആ ഒരു വള്ളത്തെ വലിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾ നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോയി അത് നെഗറ്റീവ് ആയി പോവും, നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ കൊണ്ടുപോയി പോസിറ്റീവ് ആവും. തൽക്കാലം ഇതിപ്പോ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ചിലവർക്ക് ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ട്, പക്ഷെ ഈ കണക്ഷൻ തിരിച്ചു വരാനുള്ള, റീബർത്ത് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഫസ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന. ഒത്തിരി പ്രതീക്ഷ തരുന്ന ഒരു കൈൻഡ് ഓഫ് റീഡിംഗ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്. യെസ്, ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങളുടെ തെറ്റുകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലായാലും തൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ അവർ തീരെ തയ്യാറാകുന്നില്ല. തൻ്റെ ഭാഗം തന്നെയാണ് വളരെയധികം ശരി, അതിനകത്ത് വേറെ കലർപ്പുകളൊന്നുമില്ല, നിങ്ങൾ പറയുന്ന തെറ്റാണ് എന്ന രീതിയിൽ ആയിരിക്കാം ഇവർ ചിന്തിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ക്ഷമാപണം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ തെറ്റുകൾ എന്തായിരുന്നു അതിൽ തന്നെ ഇപ്പോഴും സ്റ്റക്കാണ്, അതിൽ തന്നെയാണ് അവരിപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒത്തിരി ലോട്ട് ഓഫ് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഈ ഒരു സമയത്ത് അവർ ഒത്തിരി മിസ്റ്റേക്കുകൾ നിങ്ങളോട് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ വളരെയധികം റോങ് ഡെസിഷൻസ് ആണ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയി ചേസ് ചെയ്താലും അവർ സംസാരിച്ചാലും അവർ നിങ്ങൾ എന്ത് പറയുന്നു അതിനകത്ത് നിന്ന് നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ അത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നെഗറ്റീവ് ആയി കഴിഞ്ഞു. എക്സ്പെഷ്യലി നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഫോൾട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ ഈ ഒരു കണക്ഷന്റെ ഈ ഒരു അവസ്ഥ വളരെ സെൻസിറ്റീവ് ആകും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എന്റെ അഭിപ്രായത്തില് ഈ കണക്ഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ യൂണിവേഴ്സിന്റെ അടുത്ത് നിങ്ങളുടെ കണക്ഷന്റെ ബ്ലോക്കേജ് മാറാൻ പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശനിദേവന്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടും. നിങ്ങൾ എങ്ങനെയാണ് ശനിദേവനെ പ്രീതിപ്പെടുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ളവരെ അത് ചെയ്യുക ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും അത് മാറാൻ സാധിക്കും. ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പീരിയഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഇവൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവര് അവരുടേതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. പക്ഷെ അവരെ സ്പിരിച്വലി അവേക്കൻഡ് ആക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ മാറാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഡയറക്റ്റ് മീറ്റിംഗ് മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ നേരിട്ട് ഇവരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴത്തേക്ക് ഹെവി ഇമോഷൻസ് അവരുടെ മനസ്സിൽ നിന്ന് ഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹെവി ഇമോഷൻസ് വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും നിങ്ങളുടെ കണക്ഷന് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓൾസോ നിങ്ങൾക്കും അവർക്കും പെയിൻ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ പെയിനിനെ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്, എന്നിട്ട് നിങ്ങളുടെ ഈഗോസിനെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഈ കണക്ഷനിലൊന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് കാലചക്രം കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. ശരിയാണ്, ബിട്രൈഡ് മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോ നിങ്ങൾക്ക് പല പല ബൗണ്ടറീസ് ഉണ്ടാവും. ഞാൻ പറയുന്ന പോലെ അത്രയ്ക്കും നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഇതിനകത്ത് എവിടെയൊക്കെയോ സ്റ്റിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒരു ലോയലിറ്റി ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രമിക്കാം, നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആകും എന്ന് തന്നെയാണ്. ശരിയാണ്, നിങ്ങളുടെ കണക്ഷനിൽ പല പല ഫേസസ് ഉണ്ട്. ചില ഫേസിൽ വളരെ മനോഹരമായിരിക്കും, ചില ഫേസ് വളരെ ലോ ആയിരിക്കും. പക്ഷെ മനസ്സിലാക്കുക, ഈ ഒരു കണക്ഷനിൽ റിക്കവറി പോസിബിൾ ആണ്. ഒരു ഗ്രീൻ ഇഫക്റ്റ്, ഒരു പോസിറ്റീവ് ഇഫക്റ്റ് നിങ്ങളുടെ കണക്ഷനിൽ വരും. ബിക്കോസ് എന്റെ അഭിപ്രായത്തില് ഇതിനകത്ത് റീഇൻകാർണേഷൻ ഓഫ് ദ സോൾ പോസിബിൾ ആണ് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് അപേക്ഷിക്കുക, ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു കണക്ഷൻ, ഈ ഒരു റീഡിങ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ തിരിച്ചു വരട്ടെ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നമുക്ക് ഇതിനകത്ത് എനർജി കൊടുക്കാം. ഈ ഒരു കണക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പേഴ്സന്റെ അടുത്ത് നിങ്ങൾക്ക് കോളോ ടെക്സ്റ്റ് മെസ്സേജോ വരട്ടെ. ഈ ഒരു പേഴ്സന്റേതായിട്ടുള്ള ഇമോഷൻ നിങ്ങൾക്ക് വേണ്ടി വളരട്ടെ. ഓക്കെ,
സോ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഉള്ള സമയങ്ങളിൽ. ഇതാണ് നിങ്ങളുടെ ഇമോഷൻ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിനുള്ള എനർജി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. ബിക്കോസ് മാജിക് മിറാക്കിൾ ഇതിനകത്ത് സംഭവിക്കും. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന കാർഡ് തന്നെയാണ്. സോ ഇത് സ്റ്റക്കാണ്, ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ പോലും ഇതിനൊരു റീബർത്ത് ഉണ്ട് എന്ന് തന്നെയാണ്. സ്റ്റക്കായിരിക്കാം, സങ്കടമായിരിക്കാം, അല്ലെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, നെഗറ്റീവ് കൈൻഡ് ഓഫ് എനർജി ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും പോസിബിലിറ്റി ഉണ്ട്. ദ വീൽ അത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫോർച്യുനേറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹോപ്പ് വിട്ടിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സ് ഹോപ്പ് വിട്ടിട്ടില്ല. പല 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 രീതിയിൽ ആ ഒരു പേഴ്സണെ മോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കണക്ഷൻ ഒരു റീബർത്ത് ഉണ്ടാകും. ഇപ്പൊ ഡെത്ത് ആയി പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിനകത്തൊരു റീബർത്ത് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. സോ വർക്ക് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്തൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്. നിങ്ങൾ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, എല്ലാം ശരിയാകും, നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത പൈലിൽ കാണാം. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലേക്ക് കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ബൈ. ഹായ് ഗൈസ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലാറ്റിൽ നമ്മുടെ ക്യൂൻ ഓഫ് വോൺസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ളത്, അവർ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് വിചാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായിട്ടുള്ള കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ദിശയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാഷൻ ഉണ്ട്. എന്താണ് ഇതിനകത്ത് കാണുന്നത്? അപ്പൊ ഈ അമിതമായിട്ടുള്ള വർക്ക് പാഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡോ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ കാരണം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പാഷനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എന്നതാണ് അതിനകത്ത് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയിൽ മുഴുകിയപ്പോൾ ഈ ഒരു കണക്ഷനിൽ ഗ്യാപ്പ് വന്നതായിരിക്കാം എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറെ വിള്ളലുകൾ വീഴുന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ പൊട്ടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പൊട്ടി പോകാത്തൊരു റിലേഷൻഷിപ്പാണ്. എത്രത്തോളം കംഫർട്ട് സോണിൽ ഇരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ബിസി ആയിരിക്കുക, അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കുക, ഇല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഫോൺ ബിസി ആയിരിക്കുക. ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ അവർ ഓൺലൈൻ ആവുന്ന ടൈം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മിസ്മാച്ച് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ എന്ന് പലപ്പോഴും ഇവർക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇവർക്കും തിരിച്ച് നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്യുകയാണോ, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാമോ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. മേ ബി ഇവർക്ക് പാസ്റ്റ് ട്രോമ ഉണ്ടായിരിക്കാം. ഈ ഒരു പാസ്റ്റ് ട്രോമയിൽ നിന്ന് റിവീൽ ആവാത്തത് കൊണ്ട് മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റുമില്ലെങ്കിലും അവർക്ക് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് മുന്നോട്ടേക്ക് പോരാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മേ ബി ഫാമിലി ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഒത്തിരി ഗ്യാപ്പ് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷണൽ ഗ്യാപ്പ് ഒത്തിരി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതൊരു പ്യുവർ കൈൻഡ് ഓഫ് ലവ് ആണ്, പ്യുവർ കൈൻഡ് ഓഫ് ഇമോഷൻ ആണെങ്കിലും ഇതിനകത്ത് ഒത്തിരി മിസ്സിങ് വരുന്നുണ്ട്, ഒത്തിരി ഗ്യാപ്പ് വരുന്നുണ്ട്, ഒത്തിരി ഡൗട്ട് വരുന്നുണ്ട്, ഒത്തിരി കമ്പാരിസൺ വരുന്നുണ്ട് എന്നതാണ് കാണുന്നത്. മേ ബി പാസ്റ്റ് റിലേഷൻഷിപ്പ് വെച്ചിട്ടായിരിക്കാം കമ്പാരിസൺ വരുന്നത്, ഇല്ലെങ്കിൽ മേ ബി ക്രഷ് ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ, അത് വെച്ചിട്ടായിരിക്കാം റിലേഷൻഷിപ്പ് വരുന്നത്. നിങ്ങൾ ചീറ്റ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു പേഴ്സൺ മോർ ഓവർ ഹാൻഡ്സം ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ അട്രാക്റ്റഡ് ആണ്. അല്ലെങ്കിൽ മേ ബി ഇവരുടെ ഡെസ്റ്റിനി നമ്പർ 6 ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ വീനസ് വളരെയധികം വൈബ്രേറ്റഡ് ആയിരിക്കാം, ഇവർ ബിസിനസ് മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. എന്താണെങ്കിലും ഇവർക്ക് നല്ല ഫെയിം ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കരിയറിൽ അവർ സൂപ്പർബ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും നമ്മൾ അൺക്ലിയർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കൈൻഡ് ഓഫ് ഇടപെടൽ, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റി കൊണ്ട് പലപ്പോഴും അവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള അസുഖമോ ഇൻസെക്യൂരിറ്റീസോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യാൻ അവർ തന്നെ താല്പര്യപ്പെടുന്നില്ല. മനഃപൂർവ്വം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇടുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളിൽ ഒത്തിരി പോസിറ്റിവിറ്റി അവർ കാണുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഒത്തിരി നെഗറ്റിവിറ്റിയും അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ കോംപ്ലക്സ് അല്ലാത്ത ഈ ഒരു റിലേഷൻഷിപ്പിനെ എവിടെയൊക്കെയോ വളരെയധികം കോംപ്ലക്സ് ആക്കാൻ ഇവർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഇതിനകത്ത് സത്യത്തിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അത്രത്തോളം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരേണ്ടതോ ആയിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷെ അവർ തന്നെ അവരുടെ ഇൻസെക്യൂരിറ്റി കാരണം അവരെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് സത്യം പറഞ്ഞ ഈ ഒരു ജീവിതത്തില് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും ഒക്കെ നമ്മുടെ തലയ്ക്കകത്താണ് അല്ലെ. ഈ ഒരു ലോകത്ത് നമ്മുടെ ലൈഫ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. സത്യം അതാണ്. ഈ മനുഷ്യൻ വെട്ടിപ്പിടിക്കുന്നതൊക്കെ വെറുതെയാണ്. ഒരു 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 പിടി മണ്ണ് പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ഇവർ തലയിൽ ചിന്തിക്കുന്നതാണ്. സംഭവം സത്യത്തിൽ ഒന്നുമില്ല. നോക്കിയാല് ഇതൊരു പ്യുവർ കൈൻഡ് ഓഫ് ലവ് ആണ്, പ്യുവർ ഇമോഷൻ ആണ്. ഓക്കെ, ഇതിനകത്ത് സത്യത്തിൽ വളരെ പോസിറ്റീവ് ഇമോഷൻ ആണ് ഇതിനകത്തുള്ളത്. പക്ഷെ വെറുതെ ചുമ്മാ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെറുതെ ഇവർ തന്നെ ഇമോഷൻ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ വെറുതെ ഇവർ തന്നെയാണ് തടസ്സം ഉണ്ടാക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, നിങ്ങൾ പരസ്പരം വളരെയധികം കോമ്പാറ്റബിൾ ആണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സത്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പല പല ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പല പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇവർ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല പല കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാനൊക്കെ ഇവർ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ 100% ഇമോഷൻ എടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ അങ്ങോട്ട് 100% ഇമോഷൻ കൊടുക്കുന്നില്ല എന്നൊരു രീതിയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ലവ് ഇമോഷൻ വളരെ കൂടുതലാണ്, വളരെ ഡീപ്പ് ഫീലിംഗ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എത്ര ചെയ്താലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചെയ്തത്ര ഇവൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവൾ ചെയ്യുന്നത്ര ഞാൻ ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള ഒരു മിസ്മാച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളുണ്ട്. ഓക്കെ, പലപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഇവരെ തന്നെ ബ്ലെയിം ചെയ്യുന്നതായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം ബ്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് തമ്മിൽ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അനാവശ്യ ബ്ലെയിമിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല സമാധാനത്തിൽ പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി ഈ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുന്നത് സത്യത്തിൽ നിങ്ങളാണ്. കഴിഞ്ഞ പൈലിൽ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് നമുക്ക് റിലേഷൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരത്തേ ഉള്ളൂ. ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു സാധനത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ലോങ് ടേമിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോ സത്യം പറഞ്ഞ ഒരു ഡോഗിന്റെ കാര്യം എടുക്കാം. ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഈ ഒരു ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചല്ലാതെ നമ്മളോട് നിൽക്കുക. നമ്മൾ ഇതിന് ഭക്ഷണം കൊടുത്ത് സ്നേഹിച്ച് ലാളിച്ച് കെയർ ചെയ്താൽ നമ്മളെ കാണുമ്പോൾ ഓടിച്ചാടി വരും അല്ലെ ഈ ഒരു ഡോഗ്. പക്ഷെ ഈ ഒരു വ്യക്തി അല്ലല്ലോ ഡോഗ്. അപ്പൊ ഈ ഒരു ഡോഗിനെ നമ്മൾ അടിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ഡോഗിന് നമ്മൾക്ക് ദേഷ്യമല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്യുവർ ഇമോഷൻസും, എല്ലാ ഫ്രണ്ട്ഷിപ്പും, എല്ലാ ലവും. നമ്മൾ അവർക്ക് അതുപോലെ തന്നെ എത്ര ഹാർഷ് ആയിട്ടുള്ള വ്യക്തിയും ആണെങ്കിലും നിങ്ങൾ സോഫ്റ്റ് ആണ്, നിങ്ങൾ അവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ പതിയെ ആണെങ്കിലും അവർ മാറും, അവർ ചേഞ്ച് ആവും, അവർക്ക് നമ്മളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ചേഞ്ച് ചെയ്യാൻ ഇപ്പൊ നമുക്ക് പറ്റത്തില്ല. അതിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, ഇത് യൂണിവേഴ്സിന്റെ കയ്യിൽ കൊടുക്കുക. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫൊർഗീവ് ചെയ്യുക. അതുപോലെ തന്നെ ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഫൊർഗീവ്നെസ് ചോദിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറക്കുക. അവരുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി കോംപ്ലക്സ് ഒന്നും അല്ല ഡിയർ നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷെ നിങ്ങൾ അതിനെ കോംപ്ലക്സ് ആക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അത്രത്തോളം നിങ്ങളുടെ തലയിലുള്ള വിചാരങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊളവാക്കുന്നത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ വെറുതെ കരയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പല പല തേർഡ് പാർട്ടി കണക്ഷനുകളിലുമാണോ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ഇത് കാണുന്നു അത് കാണുന്നു എങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കണം എന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലപ്പം താല്പര്യമുണ്ടെങ്കിലും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ തന്നെയാണ് പല പല ബൗണ്ടറീസും വെച്ചത്, അല്ലാതെ ആ ഒരു പേഴ്സൺ ബൗണ്ടറീസ് വെച്ചില്ല. നിങ്ങൾ തന്നെ ബൗണ്ടറീസ് വെച്ച് നിങ്ങൾ തന്നെ കണക്ഷനിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ അവരുടെ പിറകെ ചേസ് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാൻ ചേസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ പോയി സോറി പറഞ്ഞ് നിങ്ങൾ തന്നെ ശരിയാക്കാൻ ശ്രമിച്ചാല് അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒരു ഇമോഷൻ ഉള്ള ഒരാളാണ്, ഒരു ജീവനുള്ള ഒരു പേഴ്സൺ ആണ്. അയാൾക്ക് ഇമോഷണൽ ഹർട്ടൊക്കെ ആവും, മാനസികമായിട്ട് അയാൾക്ക് വിഷമവും ആകും. സോ നിങ്ങൾ
നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്ത് ഡൗട്ട് ആണെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ആൻഡ് ക്ലാരിഫിക്കേഷൻ തരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് വിശ്വസിക്കാൻ ശ്രമിക്കുക. അനാവശ്യ ഇലൂഷൻസ് നമ്മുടെ കണ്ണിൽ കാണുന്നത് വരെ നമ്മൾ പേഴ്സണെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണാൻ, അല്ലാതെ ചുമ്മാ അനാവശ്യ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടുവരാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങളുടേതായിട്ടുള്ള കണക്ഷൻ, നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടം എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അൺക്ലിയർ ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കുക ക്ലിയറൻസിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് തന്നെ ചോദിക്കുക ക്ലാരിറ്റിക്ക് വേണ്ടി. അല്ലാതെ നിങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടൊരു പോസിറ്റീവ് കണക്ഷൻ കൊണ്ടുപോകാൻ തന്നെ സാധിക്കും. ഈ ഒരു പേഴ്സൻ്റെതായിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. അവരുടെ എനർജിയിൽ പാഷനേറ്റ് ആകാൻ ശ്രമിക്കുക. അവരുടെ ഡ്രീം നിങ്ങളുടെ ഡ്രീം ആണെന്ന രീതിയിൽ കൊണ്ടുപോവുക. ആൻഡ് അവരെ നല്ല ദിശയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുക. കാരണം ലവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചിന്താഗതി ഇങ്ങനെയാണ്, നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യണമെന്ന്. പക്ഷെ സത്യത്തിൽ ഒരാൾക്ക് ഒരാളോട് ഇമോഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ മുൻപ് അവരെ പുട്ട് ഫസ്റ്റ് ചെയ്യുക എന്നതാണ് ലവിന്റെ ഇമോഷൻ എന്ന് പറയുന്നത്. നമുക്കില്ലെങ്കിലും അവർ ഹാപ്പി ആയിരിക്കുക എന്നതാണ് ഡിവൈൻ ലവിന്റെ ഇമോഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പേഴ്സണൽ റീഡിംഗ് പറയുന്നത് എനിക്കത് കിട്ടുന്നില്ല, എനിക്കത് കിട്ടുന്നില്ല, എനിക്കത് കിട്ടുന്നില്ല. എന്നാ പിന്നെ അത് എവിടെയാ ലവ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കണക്ഷനിൽ വേണം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഇറ്റ്സ് നോട്ട് ലവ്. അത് ജസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ ആണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ലവ് ആണെങ്കിൽ ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നമ്മുടെ പല സന്തോഷങ്ങളും മാറ്റിവെക്കുക, അവരിങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെക്കാൾ മുമ്പ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ലവ് എന്ന് പറയുന്നത്. പണ്ട് കാലം തൊട്ടേ ചേരുകയോ ചേരാതിരിക്കുകയോ ഡിവൈൻ ലവിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാര് പല എക്സാമ്പിളും നമുക്കുണ്ട്. ത്യാഗം സഹിച്ചിട്ടുള്ള പല ആൾക്കാരുണ്ട്. അതാണ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കിത് കിട്ടുന്നില്ല, സോ അവൻ എന്നെ ചീറ്റ് ചെയ്തു, അവൾ എന്നെ ചീറ്റ് ചെയ്തു എന്റെ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മെറ്റീരിയലിസ്റ്റിക്കലി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഡിവൈൻ ലെവലിൽ നിൽക്കുന്നില്ല. കാരണം മുൻപുള്ള പ്രണയങ്ങളിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയോ അങ്ങനെ ഒന്നുമില്ലാതെ വർഷത്തിൽ 1-2 കാണാൻ പറ്റുന്ന അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ നിൽക്കുന്ന ഇമോഷൻസ് ആണ് പണ്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമോഷനെ പറഞ്ഞ് അനാവശ്യ ജഡ്ജ്മെന്റ്സ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ നശിപ്പിക്കുന്നതാണ്. അല്ലാതെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് ഒരു ഫോൾട്ടും ഇല്ല. അതുകൊണ്ട് സത്യമായ പ്രണയമാണെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കാനും ഒരു വർഷത്തിൽ 1-2 തവണ മാത്രം കാണാനും കൊതിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഡിവൈൻ ലവ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ദിവസം മെസ്സേജ് അയച്ചില്ലെങ്കിൽ ടെൻഷനാണ്, കരച്ചിലാണ്, ലോയലിറ്റി ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി ഒരു ദിവസം പോലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അത്രയും ഇമ്മച്ചുവർ ആണ് നിങ്ങളുടെ പ്രണയമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്കും അത്രത്തോളം ഡിവൈൻ ഇമോഷൻ ഉണ്ട് എങ്കിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. അല്ല നിങ്ങൾക്ക് തന്നെ അവരെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, സോ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും വേദനയാണ്, പക്ഷെ മധുരമുള്ള വേദനയാണ്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ ആണെങ്കിൽ നിങ്ങൾ ഡിവൈൻ ലവ് ആണ് അതിനെന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. എല്ലാവരും പറയും എനിക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് കടക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പല പ്രശ്നങ്ങളും നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം, ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ തലയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഒറിജിനലി ഉള്ളതല്ല, നിങ്ങളുടെ തലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫർദർ മൂവ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെക്കും ബൈ.